പിന്നീട് വിശദീകരിക്കാം. മഹാനായ ഒരു സയ്യിദ് സമീപകാലത്ത് ജീവിച്ചിരുന്ന മഹാനാണ്. മദീനയിൽ ചെന്നാൽ എപ്പോഴും നബിതങ്ങളെ കാണും. നബിതങ്ങൾ സലാം മടക്കും. ഈ ഒരു 5 വർഷത്തിന് മുമ്പ് മദീനയിൽ ചെന്ന് സലാം പറഞ്ഞു. മദീനയിൽ നിന്ന് നബിതങ്ങൾ മടക്കുന്നില്ല. പൊട്ടിക്കരഞ്ഞിട്ട് ചോദിച്ചു, തങ്ങളെ എന്നോട് പിണങ്ങിയോ തങ്ങളെ? അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ മാന ഞാൻ കണ്ടിട്ടുണ്ട്. പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല. ബഹുമാനപ്പെട്ടവര് ചോദിച്ചു, തങ്ങളെ തങ്ങൾ പിണങ്ങിയോ? മദീനയിൽ കിടന്നങ്ങ് കരഞ്ഞു, തങ്ങളെ പിണങ്ങല്ലേ നബിയേ, എന്റെ തെറ്റു തിരുത്തി തരണം നബിയേ. ഉടനെ മദീനയിൽ നിന്ന് റൗദയിൽ നിന്ന് മറുപടി, അനലർത്തയില വജിഹിംറഅത്തിൻ ഫിത്തിൽഫിസിയൂൻ. എടാ മോനെ, നീ ടെലിവിഷനിലൂടെ അന്യ പെണ്ണിനെ നോക്കിയല്ലോ. എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നീ അത് നോക്കുമോ മോനെ? ഞാൻ പറഞ്ഞു, നബിയേ ഞാൻ സിനിമ കണ്ടതല്ല നബിയേ, വാർത്ത കേട്ടപ്പോ അറിയാതെ കണ്ടുപോയതാണ് നബിയേ. പിണങ്ങല്ലേ നബിയേ, ഇനി മേലിൽ ആവർത്തിക്കില്ല നബിയേ എന്നവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞപ്പ നബിതങ്ങൾ പറഞ്ഞു, ഇനി അങ്ങനെ ചെയ്യരുത്, ചെയ്യില്ലെങ്കിൽ ഞാൻ നിന്നോടുള്ള പിണക്കം മാറിപ്പോയി. നമുക്കെന്ത് അർഹതയാണ് മുഅ്മിനീങ്ങളെ? എത്ര അന്യ പുരുഷന്മാരുടെ ഔറത്തും അന്യ പെണ്ണിന്റെ ഔറത്തും പരസ്പരം കാണുന്ന നമ്മളെ നബിതങ്ങൾ എടുക്കുമോ? നിങ്ങളെ നബിതങ്ങൾ എടുക്കില്ല കേട്ടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഇത്തരത്തിൽ കള്ളം പ്രചരിപ്പിക്കുന്ന നിങ്ങളെ എടുക്കില്ല എന്നത് മാത്രമല്ല, നാളെ മഹ്ശറിലെത്തുമ്പോ അതാ ഹൗദിന്റെ മുമ്പിൽ അന ഫറതുകും അലൽ ഹൗദി, ഞാൻ മുമ്പേ ഹൗദിന്റെ മുമ്പിൽ പോയി കാത്തിരിക്കുന്നുണ്ടാകും എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പഠിപ്പിച്ച ദീന് പ്രചരിപ്പിച്ച മോമിനീങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ഹൗദുൽ കൗസറിന്റെ ഓരത്ത് ഹബീബ് നിൽക്കുമ്പോ ഇതുപോലെയുള്ള വ്യാജവാദികളെ കാണുമ്പോ, പോടാ എന്റെ മുമ്പിന്ന് കടന്നു പോടാ എന്ന് പറയുന്നവരവസ്ഥയിലേക്ക് നിങ്ങളെത്തിപ്പോകും കേട്ടോ. വളരെ സൂക്ഷിക്കണേ ഇതുപോലെയുള്ള ആളുകളെ, ഇത്തരത്തിലുള്ള ഈ വ്യാജമതവാദികളെ സൂക്ഷിക്കണേ മുസ്ലിമീങ്ങളെ. കാരണം ഇവരൊക്കെ എത്ര വലിയ മഹത്വമാ അവകാശപ്പെടുന്നത്. മദീനയിലെ മഹാനായ നേതാവ് അതാ അവിടുത്തെ ഖബറുള്ള മദീനയിൽ ഇന്നും ഇന്നലെയും പോകാൻ തുടങ്ങിയതാണോ ആളുകൾ? അല്ലല്ലോ. അവിടെയതാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവിടുത്തെ ആ ശറഫാക്കപ്പെട്ട ശരീരം അടക്കം ചെയ്തതിന്റെ ശേഷം നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ, പുന്നാര നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ, എന്റെയും നിങ്ങളും അടങ്ങുന്ന ലോക മുസ്ലിമീങ്ങളുടെ ഉമ്മയായ, വിജ്ഞാനത്തിന്റെ നിറകുടമായ, ആലിമത്തായ, ധീരയായ, മഹത്വമേറിയ, ഒരുപാട് ദീനിന്റെ കാര്യങ്ങളിൽ ഗവേഷണ പാഠവമുണ്ടായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹാ, ആ ഖബറിന്റെ തൊട്ടപ്പുറത്തൊരു വിരിക്കപ്പുറത്ത് 40ഓളം കൊല്ലം കഴിഞ്ഞിട്ടുണ്ടേ. ഒരിക്കൽ പോലും ഹബീബിനോട് സംസാരിച്ചിട്ടില്ല. ഹബീബ് തിരിച്ചിങ്ങോട്ട് സംസാരിച്ചിട്ടില്ല. തീർന്നില്ലല്ലോ ഫാത്തിമ, നീ എൻ്റെ കരളിൻ്റെ കഷ്ടമാണ് മോളെ എന്ന് നബി തങ്ങൾ പുകഴ്ത്തി പറഞ്ഞ അതാ സ്വർഗീയ സ്ത്രീകളുടെ നേതാവായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. പൊന്നാര ഉപ്പയുടെ വഫാത്തിന്റെ ശേഷം 6 മാസക്കാലം ആ മഹദി ജീവിച്ചിട്ടില്ലേ?
ഒരിക്കലെങ്കിലും ബാപ്പയോട് മോള് സംസാരിച്ചിട്ടുണ്ടോ? മോളോട് ബാപ്പ സംസാരിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ കൂടെ തന്നെ ജീവിച്ചിരുന്ന നിഴൽ പോലെ പിന്തുടർന്നിരുന്ന അതാ എല്ലാ സന്ദർഭത്തിലും തന്റെ കൂടെ സാഹിബായി നടന്നിരുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു, സഈദ് റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ വലിയ വലിയ മഹാന്മാരൊക്കെ അവിടെ ജീവിച്ചിട്ട് ഒരിക്കലെങ്കിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഖബറിങ്കൽ പോയിട്ട് ഹബീബേ നബി തങ്ങളെ ഞങ്ങൾക്കിടയിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, തീർപ്പ് പറഞ്ഞു തരണേ. അങ്ങോട്ട് ചോദിച്ചിട്ടില്ല, ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല. അവരൊക്കെ പഠിപ്പിച്ച ഇസ്ലാമാണ്, സലഫികൾ പഠിപ്പിക്കുന്ന ഇസ്ലാം, അതല്ലാത്തൊരു ഇസ്ലാം ഞങ്ങൾക്ക് വേണ്ട. വളരെ വിനയത്തോടെ ഇതുപോലെയുള്ള വ്യാജവാദികളോട് പറയുന്നു.